കേരളത്തിൽ പ്രചാരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണ് ഒപ്പന. മലബാർ മുസ്ലിം വിഭാഗക്കാർക്ക് ഇടയിലാണ് ഇത്തരമൊരു കലാരൂപം നിലനിന്നിരുന്നത്. ഒപ്പന ഒരു സംഘനൃത്തമാണ്. സംഘനൃത്തത്തിനെ രണ്ടായിട്ട് തിരിക്കാം നമുക്ക്: വട്ടനൃത്തവും നിരനൃത്തവും. ഇതിൽ കോൽക്കളി, തിരുവാതിരക്കളി, പൂരക്കളി തുടങ്ങിയ കലാരൂപങ്ങൾ വട്ടനൃത്തത്തിലാണ് ഉൾപ്പെടുന്നത്. വ്യക്തികളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് സംഘടിതമായി വട്ടത്തിൽ നിന്നുകൊണ്ട് കളിക്കുന്നതിനെയാണ് നമ്മൾ ഈ വട്ടനൃത്തം എന്ന് പറയുന്നത്. പേരിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാം. അപ്പോൾ ഈ വട്ടനൃത്തത്തിൽ പെടുന്നതാണ് നമ്മുടെ ഒപ്പനയും. ഒപ്പനയിൽ 10 മുതൽ 15 വരെയുള്ള അംഗങ്ങൾ പങ്കെടുക്കാറുണ്ട്. ഒപ്പന എന്ന് പറയുന്നത് ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് നിലനിന്നിരുന്ന കലാരൂപമാണ്. മണവാട്ടി ചങ്ങാതിമാർ ഒരുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിം വിഭാഗക്കാർക്കിടയിൽ നടത്തിയിരുന്നു. എന്നാൽ ഈ ഒപ്പനയുടെ കാലഘട്ടമോ അതിൻ്റെ പഴക്കമോ ഏത് കാലത്താണ് ഇത് ആരംഭിച്ചതെന്നോ ഇതിന് രൂപപ്പെടാനുള്ള സാഹചര്യത്തെക്കുറിച്ചോ ഒന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഫോക്ലോർ പഠനത്തിൻ്റെ സാധ്യതയും വളരെ കൂടുതലാണ്. മാപ്പിളപ്പാട്ട് സാഹിത്യത്തിലെ ഒരു ഈശലിൻ്റെ പേരാണ് ഒപ്പന എന്നുള്ളത്. ഈ ഈശൽ എന്ന് പറഞ്ഞാൽ മാപ്പിളപ്പാട്ടിലെ വൃത്തങ്ങളെയാണ് നമ്മൾ ഈശൽ എന്ന് പറയുന്നത്. ഒപ്പന മുറുക്ക് എന്ന് പറയുന്നത് നമ്മൾ ദ്രുത താളത്തിൽ പാടുന്നതിനെയാണ്. ഒപ്പന ചായൽ എന്ന് പറയുന്നത് ഇന്ന രീതിയിൽ പാടുന്ന ഒരു രീതി. ഇത് രണ്ടും കൂടെ ചേർന്നാണ് നമ്മൾ ഒപ്പന മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സാഹിത്യം, താളം, സംഗീതം ഇതെല്ലാം കൂടെ ചേർന്ന് വളരെ സൗന്ദര്യാത്മകവും സംഗീതാത്മകവുമായിട്ടുള്ള രീതിയിലാണ് ഒപ്പന നൃത്തം ചെയ്യുന്നത്. 2 കൈകൾ നീട്ടിവെച്ച് കൈപ്പടങ്ങൾ ചേർത്ത് വയ്ക്കുക എന്ന അർത്ഥം വരുന്ന ഹഫ്ന എന്ന അറബ് പദത്തിൽ നിന്നാണ് ഒപ്പന എന്ന വാക്കുണ്ടായി എന്നാണ് വിശ്വസിക്കുന്നത്. തമിഴിൽ ഒപ്പനായ് എന്നും മലയാളത്തിൽ ഒപ്പന എന്നും പറയുന്നു. ഈ ഒപ്പനയിൽ 2 പാട്ടുകൾ, 2 രീതിയാണുള്ളത്. ഒന്ന് പിൻപാട്ടുകാരും 2 മുൻപാട്ടുകാരും. പിൻപാട്ടുകാരെന്ന് പറയുന്നത് കൈകൊട്ടി താളം പിടിക്കുന്നവരെയാണ് നമ്മൾ പിൻപാട്ടുകാരെന്ന് പറയുന്നത്. മുൻപാട്ടുകാരെന്ന് പറയുന്നത് അത് കളിക്കുന്നവരാണ്. മുൻപാട്ടുകാർ പാടുന്നത് ഭാഗികമായോ മുഴുവനായിട്ടോ പിൻപാട്ടുകാർ പാടും. ചില സമയങ്ങളിൽ അവർ പാടാതെയും ഇരിക്കും. ഈ ഒപ്പനയിലെ പ്രധാന ഭാഗമെന്ന് പറയുന്നത് മണവാട്ടിയെ സുഹൃത്തുക്കൾ അണിയിച്ചൊരുക്കുന്ന ഒരു ഭാഗമാണ്. ഇപ്പോൾ ഓരോ ഒപ്പനയ്ക്കും പ്രത്യേക സമയങ്ങളിൽ ആയിരിക്കും ഈ ഒപ്പന കളിക്കുന്നത്. കാതുകുത്ത് കല്യാണം, സുന്നത്ത് കല്യാണം, വിവാഹം തുടങ്ങിയ വ്യത്യസ്തമായ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടായിരിക്കും ഒപ്പന നടക്കുന്നത്. എപ്പോഴും ഒരേ രീതിയിലായിരിക്കില്ല ഒപ്പന കളിക്കുന്നത്. ഇലത്താളം, ഹാർമോണിയം, തബല തുടങ്ങിയ വാദ്യോപകരണങ്ങൾ ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. സ്ത്രീകൾ കളിക്കുന്നതാണ് നമ്മൾ എല്ലാവരും കണ്ടിരിക്കുന്നത്. എന്നാൽ പഴയ കാലത്ത്, ആദ്യകാലങ്ങളിൽ ആണുങ്ങളും പുരുഷന്മാരും ഒപ്പന കളിച്ചിരുന്നു. അപ്പോൾ സ്ത്രീകൾ ഒപ്പന കളിക്കുമ്പോൾ നടുക്കൊരു മണവാട്ടി കാണും. എന്നാൽ പുരുഷന്മാർ കളിക്കുമ്പോഴും നടുക്കൊരു മണവാളനിരിക്കുന്ന ഒരു പതിവുണ്ട്. സ്ത്രീകൾ ചാനും ചരിഞ്ഞും ഇരുന്നും നിന്നുമൊക്കെ ആയിരിക്കും ഒപ്പന കളിക്കുന്നത്. എന്നാൽ അതിന് വിപരീതമായിട്ട് പുരുഷന്മാർ നിൽക്കുകയും ഇരിക്കുകയും മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇവിടെയും അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു താളവും ഗാനങ്ങളും എല്ലാം ഉണ്ട്. മാപ്പിളപ്പാട്ടാണ് ഇവർ പിന്തുടരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള താളങ്ങളാണ് അവർ ക്രമീകരിച്ചിരിക്കുന്നത്. പഴയ കാലത്ത് മലബാർ മുസ്ലിം വിഭാഗക്കാർക്കിടയിൽ നിലനിന്നിരുന്ന കലാരൂപമായിരുന്നതിനാൽ അതൊരു മത ആചാരത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക അനുഷ്ഠാനത്തിൻ്റെയോ ഒക്കെ ഭാഗമായിട്ടായിരുന്നു ഈ കലാരൂപം നിലനിന്നിരുന്നത്. മുസ്ലിം വിഭാഗക്കാർ മാത്രമായിരുന്നു ഇത് ആചരിച്ചിരുന്നത്. എന്നാൽ കാലം മാറുന്നതിനനുസരിച്ച് ഒരു നാടോടി നൃത്തം അല്ലെങ്കിൽ ഒരു മതത്തെ അനുസൃതമായിട്ട് നിൽക്കുന്ന കലാരൂപം എന്നതിനപ്പുറം ഇതിപ്പോൾ ഒരു ജനകീയ നൃത്തമായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്ന് കാലങ്ങളിൽ എല്ലാ വ്യക്തികളും ജാതി മത ഭേദമന്യേ എല്ലാവരും ഒപ്പന നൃത്തം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പല മത്സരവേദികളിൽ, പല ആഘോഷങ്ങൾക്കിടയിൽ, അതുപോലെ സ്കൂൾ കലോത്സവത്തിൽ വരെ ഇന്ന് ഒപ്പന നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത്തരത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന, ഇന്നും നിലനിൽക്കുന്ന, എല്ലാവർക്കും ആസ്വാദ്യകരമായി തീർന്നിരിക്കുന്ന ഒരു കലാരൂപമാണ് ഒപ്പന. ഒപ്പന ഫോക്ലോർ പഠനത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കലാരൂപം കൂടിയാണ്.